ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നുണ്ടാക്കുന്നത് പനീർ പക്കോട. അപ്പോൾ ഞാൻ 250 ഗ്രാം പനീർ എടുത്തിട്ട് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ ഒപ്പി കളഞ്ഞിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ വെക്കാം. പിന്നെ ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ ബ്രെഡ് സ്ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി ചാട്ട് മസാല ഇടാം. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഒരു 1/2 ടീസ്പൂൺ അജ്വായിൻ, ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുവാണ്. വേണമെങ്കിൽ പിന്നെ ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി, അല്ല 1 ടീസ്പൂണിന് പകുതി മുളക് പൊടി ഇപ്പോൾ ഇടുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. ഒരു പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കാം. കാരണം ഒത്തിരി നീണ്ടു പോകാൻ പാടില്ല. ഒന്ന് സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. ശകലം കൂടി ഒഴിക്കാം. പോരാ, കുറച്ചും കൂടി വേണം. നമ്മളിങ്ങനെ ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് നമുക്ക് വെക്കാം, ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. പാകത്തിനാണ്, പിന്നെ കുഴപ്പമില്ല. അത് സെറ്റാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ പനീറിനിടയ്ക്ക് വെക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ കൂടെ ഒരു ചാട്ട് മസാല ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കൊരു മിക്സ് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഈ മസാല ഞാൻ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പുതിനയും മല്ലിയിലയും ഒരു പച്ചമുളകും ലിറ്റിൽ സോൾട്ടും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. വേറൊന്നതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു സോസ് മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ റെഡ് ചില്ലി സോസും, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ബാക്കി കുറച്ച് പനീറിൽ ചാട്ട് മസാല, ചില്ലി പൗഡർ, സോൾട്ടും കൂടി മിക്സ് ചെയ്തതിനകത്തേക്ക് വെറുതെ ഇങ്ങനെ 3 ഫില്ലിങ്ങും, ഇതിനകത്തൊന്ന് ഗ്രീൻ ചട്നി, ഒന്നിനകത്ത് മിർച്ച് പൗഡർ, ചാട്ട് മസാല, ഉപ്പും കൂടിയുള്ള മിക്സ്, ഒന്നത്തിനകത്ത് സോസ്, പിന്നെ നമ്മൾ പ്ലെയിൻ മിക്സിനകത്ത് പനീർ ഇട്ടിരിക്കണം. നമ്മളിതിന് ബാറ്ററി മുക്കി ഫ്രൈ ചെയ്യാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തീ പകുതിയാക്കി വെച്ചേക്കുന്നത്. സിമ്മിൽ പകുതി ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്.
ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് അപ്പോൾ നമ്മുടെ പക്കോടയുടെ ലാസ്റ്റ് സെറ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇപ്പം അരിപ്പൊടിക്ക് പകരം റവ വേണേൽ ഉപയോഗിക്കാം. അതുപോലെ ഞാൻ റൊട്ടിപ്പൊടി ഉപയോഗിച്ചിരുന്ന അത് ആക്ച്വലി ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇൻ കേസ് അത് വേണമെന്ന് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരാറുണ്ട്. അത് സൗകര്യം തോന്നുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഇപ്പം അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ റവ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പക്കോട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.